ഹലോ, എല്ലാവരുടെ വീട്ടിലും ഒരു തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങും എന്തായാലും എടുക്കാനുണ്ടാവുമല്ലോ. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസെങ്കിലും എവിടുന്നെങ്കിലും ഒന്ന് സംഘടിപ്പിക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലത്തെ സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ സാധനം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്സിയുടെ ജാറിൽ ചെറിയ പീസസ് ആയിട്ട് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടതിന് ശേഷം ഒട്ടും വെള്ളം ഇല്ലാണ്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത് മിക്സിയിലടിക്കുന്നവർ. ഇതുപോലെ ചെറുകിയെടുക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ജസ്റ്റ് നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കിട്ടും. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി തക്കാളി എടുത്തിട്ട് തക്കാളിയും ഇതേപോലെ ഒന്ന് ചെറുകി അതിൻ്റെ നീരെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഇങ്ങനെ ചെറുകി എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ നീര് കിട്ടും. ഇനി അങ്ങനെയും അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ചെറുകിയെടുക്കുക. ഇനി ചെറുകിയെടുക്കാൻ പറ്റാത്തവരുതാ ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞാൽ അതിൻ്റെ നീര് കിട്ടും. ഇനി ഇത് രണ്ടും പറ്റുന്നില്ല, കുറച്ച് പഴുപ്പ് കുറഞ്ഞ തക്കാളി എല്ലാം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിക്കുക. എന്നിട്ട് അതെടുക്കുക, അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഗോതമ്പ് മാവാണ് കേട്ടോ. ഗോതമ്പിൻ്റെ മാവ്, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പ് മാവില്ലേ, ആട്ടപ്പൊടി ആയാലും സാരമില്ല, അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മക്കളെ, ഞാൻ വെറുതെ പറയല്ല, ഇതിൻ്റെ റിസൾട്ട് ഒരു കിടിലൻ റിസൾട്ട് തന്നെയാണ്. നിങ്ങൾക്ക് മുഖം നല്ല ഡള്ളായിട്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മുഖത്തൊരു ഗ്ലോ വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റെല്ലാം പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 25 മിനിറ്റ് വെക്കുക. എന്നിട്ട് നിങ്ങൾ കഴുകി നോക്ക്, ശരിക്കും ഒരു മേക്കപ്പ് ഇട്ട എഫക്റ്റ് മുഖത്തേക്ക് വരും. അത്രക്കും അടിപൊളി ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗോതമ്പിൻ്റെ മാവായതുകൊണ്ട് തന്നെ ഓവറായിട്ട് ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. കാരണം നന്നായിട്ട് അതങ്ങ് ഡ്രൈ ആയിപ്പോയാൽ നമ്മുടെ ഫേസിൽ നിന്ന് അത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വേദന ഉണ്ടാവും. കാരണം ഗോതമ്പല്ലേ, അത് പറ്റി പിടിച്ചിട്ടുണ്ടാവും മുഖത്ത്. അതുകൊണ്ട് തന്നെ ഒരു 25 മിനിറ്റ് ആകുമ്പോൾ ഒരു സെമി ഡ്രൈ ആകുന്ന സമയത്ത് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് നിങ്ങൾ തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഫ്രിഡ്ജുള്ളവരാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കൊണ്ട് കഴുകുക. അല്ലാത്തവർ നല്ല ചൂടുള്ള വെള്ളമൊന്നും എടുക്കാണ്ട്, ഇളം ചൂടുള്ള വെള്ളം അങ്ങനെയൊന്നും അല്ലാണ്ട് കുറച്ച് നല്ല ഫ്രഷ് കിണറുണ്ടല്ലോ, കിണറ്റിൽ നിന്ന് കോരിയ വെള്ളം എടുത്തിട്ട് കഴുകിയാലും മതി. അതൊരു ഫ്രഷ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പൈപ്പിലുള്ള വെള്ളം എടുത്ത് കഴുകുന്നതിലും നല്ലത് അതാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒറ്റ യൂസ് തന്നെ മക്കളെ നല്ലോണം മുഖം തിളങ്ങും. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ആ ഒരു കളറ് കിട്ടുമൊന്നുമില്ല. പെർമനൻ്റായിട്ട് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ഇത് ചെയ്യുക, എല്ലാന്നാണെങ്കിൽ ദിവസവും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എപ്പോഴും നല്ലൊരു ഗ്ലോ മുഖത്തേക്ക് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ്. പൊട്ടാറ്റോ ജ്യൂസും അതേപോലെ തന്നെ ഈ ടൊമാറ്റോൻ്റെ ജ്യൂസും ഒരു പവർഫുൾ സ്കിൻ വൈറ്റനിങ് ഏജൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ ആ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.